സുരേഷേ സുരേഷേ ഓ ഇപ്പൊ നല്ല കാട്ടുകാരി തോന്നുന്നുണ്ട്. സുരേഷേ സുരേഷേ ആരാ എന്താ അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നേ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് എന്റെ വീട്ടുമുറ്റത്ത് കാലുവിട്ട് വരുന്നത് പിന്നും കയറി വന്നിരിക്കാൻ ആണല്ലാണ്ട്. ഇല്ലടാ എന്ത് തേങ്ങി പറയണേ? അല്ല എന്റെ വർത്താനം കേട്ടോ ഞാൻ ഈ സബന്ന് പൈസ പിടിക്കാൻ വന്ന ചെക്കനാണെന്ന്. ഓണൊക്കെ അല്ലേ അർജന്റ് പണിത്തിരക്കാണ് ഒന്ന് വാടാ. എടാ മനഃപൂർവ്വം വരാത്താണോ? നിനക്കറിയില്ല എനിക്ക് 90 വയസ്സുള്ള ഒരു അപ്പൂപ്പുള്ള കാര്യം. അപ്പൂപ്പനെ വെള്ളം ചൂടാക്കണം, തുണി അലക്കണം, മുറുക്കടിക്കണം, ഇതൊക്കെ ഞാൻ തന്നെ വേണ്ട ചെയ്യാ. അതിന് അപ്പൂപ്പൻ കിടപ്പില്ല. അപ്പൂപ്പ അവിടെ ഇല്ല. ഏടെ അപ്പൂപ്പനെ പാറപ്പടിക്ക് വിട്ടു. പാറമടയ്ക്ക് പണിക്ക് പോയി. ഏടാ 90 വയസ്സായിട്ടുള്ള അപ്പൂപ്പനെ പണിക്കൂട്ടേ. പിന്നല്ലാണ്ട് എടാ ഓണക്കല്ലേ വരുന്നേ, എന്റെ ഫോണൊക്കെ റീചാർജ് ചെയ്യണ്ടേ. അതിന് അപ്പൂപ്പനെ പണിക്ക് വിടണോ? പിന്നെ എന്റെ പെങ്ങളുടെ 1.5 വയസ്സായ കുട്ടീനൊക്കെ പണിക്ക് വിടാൻ പറ്റും. ചേട്ടാ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ പണിക്ക് പോവാ? സിനിമ അതിന് എന്റെ ഒരു പടം കണ്ടിട്ടില്ല പിന്നെ. എന്താ അറിയില്ലടാ, എന്റെ പടക്കെ തിയേറ്ററിൽ വരുമ്പോഴേ എന്റെ സീന് മാത്രമായില്ല കാണില്ല. എന്താ അറിയോ, പടത്തിന്റെ വിജയത്തിന് വേണ്ടിട്ടേ സംവിധായകൻ എന്റെ സീൻ ഒഴിവാക്കിയിട്ടാവും. എടാ അങ്ങനെയാണെങ്കിലേ ഒരു സംവിധായകൻ എന്നെ വെച്ചൊരു പടം പിടിക്കട്ടെ. അന്ന് വെച്ച് പടം പിടിക്കണത് ആ സംവിധായകനെ പുല്ല് പിടിക്കണത് ഒരേപോലെ. അതല്ല, എന്നെ വെച്ചൊരു സംവിധായകൻ പടം പിടിച്ചു എന്നിരിക്കട്ടെ. ഇരിക്കട്ടെ. ആ പടം എങ്ങാനും പൊളിച്ചെന്ന് വിചാരിക്കട്ടെ. പൊട്ടിയാലേ അദ്ദേഹത്തിന്റെ അടുത്ത പടേ ഞാൻ ഫ്രീ ആയിട്ടാണ് അഭിനയിച്ചു കൊടുക്കും. എന്റെ കുട്ടിയെ അപ്പൊ ശരിക്കും പറഞ്ഞു ജീവിതകാലം മൊത്തം ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നില്ലേ? 1 കിലോ തേങ്ങക്കൊക്കെ 100 രൂപ വരെ വില. സ്വന്തം കൂട്ടുകാരൻ ഒരു 10 പൈസ വിലയെങ്കിലും 90 രൂപ. അതിന് ആദ്യം ഒരു പണിക്ക് പോണം, പിന്നെ ഒരു പെണ്ണൊക്കെ കിട്ടി സുഖമായിട്ട് ജീവിക്കുക. അപ്പൊ കിട്ടുന്നതിലൊക്കെ പെണ്ണിട്ടായിരിക്കട ആഗ്രഹമില്ലാത്ത. അപ്പൂപ്പന്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ. അതിന് അപ്പൂപ്പൻ എന്താ കുഴപ്പം? ചേട്ടാ അപ്പൂപ്പ് ഇപ്പൊ തന്നെ മറ്റേ 6 മണി വരെ പാറപ്പണിക്ക് പോണതേ എന്നെ നോക്കാനാ. ഇനി ഞാനൊരു പെണ്ണും കൂടി കെട്ടിക്കഴിഞ്ഞാ രാത്രി സെക്യൂരിറ്റി പണിക്ക് വരേണ്ടി വരിക. അതല്ലേ പറഞ്ഞ കൂടെ പണിക്ക് വരാൻ. അയ്യടാ നിന്റെ കൂടെ പണിക്ക് വരാനോ? വേറെ ആരുടെ കൂടെ പോയാലും എന്റെ കൂടെ ഞാൻ പണിക്ക് വരില്ല. അത് ശരി. ആ സുമേഷേട്ടന്റെ വീട്ടിൽ പണിക്ക് പോയപ്പോ മുകളിലത്തെ റൂമൊക്കെ പൂട്ടിയിടാൻ പറഞ്ഞപ്പോ എന്താ കാട്ടി? അതൊക്കെ പൂട്ടിയിട്ടിട്ട് പോന്നിരിക്കുക. എടാ ഇപ്പൊ ഞാൻ അങ്ങനല്ലേ, ഇപ്പൊ ഞാൻ കോൺട്രാക്ട് എടുത്ത് ചെയ്യാ. എന്ത് മണ്ടത്തരങ്ങളോ? എടാ അണക്കിന്റെ കൂടെ പണിക്ക് വരാൻ പറ്റുമോ? സത്യം പറഞ്ഞാലേ എനിക്ക് മറ്റേ അലർജിയുടെ അസുഖാടാ. എടാ നായി എന്നോട് നീ പറയാ അസുഖമുള്ള കാര്യം. എന്താ അലർജി? പൊടി അലർജി? പിന്നെന്താ മഞ്ഞോ? പിന്നെ എന്ത് തേങ്ങയുടെ അലർജി? കൈക്കോട്ട്, പിക്കാസ്, മടാള്, കൊട്ടുപാട്, മണല്, സിമെന്റ്, പെയിന്റ്, ഇതൊക്കെ എനിക്ക് അലർജിയാ. 3 നേരം തിന്നണേന് കുഴപ്പമുണ്ടോ? അതിന് ഒരിക്കലും കുഴപ്പമില്ല. അതങ്ങനെ അല്ലടാ വെറുതെ ഇരുന്ന പൈസ കിട്ടണ വല്ല ശമ്പളം കിട്ടണ വല്ല ജോലി ഉണ്ടോ എന്റെ അടുത്ത്? വെറുതെ ഇരുന്നാലോ? അങ്ങനെ ഒരു പണിയുണ്ട്. നമ്മുടെ അടുത്ത പഞ്ചായത്തിന് വേണ്ടി ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞു. നമ്മുടെ അനൂപിന്റെ സ്റ്റാറ്റസ് കണ്ടു. അവിടെ എന്താ ജോലി? സെക്യൂരിറ്റി പണിയൊന്നല്ലല്ലോ. സെക്യൂരിറ്റി പണി കേട്ടില്ലാട്ടോ ഈ വടിയൊക്കെ പിടിച്ചിട്ട്. എടാ സെക്യൂരിറ്റി പണി ഇല്ല, പിന്നെ അവിടെ വെറുതെ നിൽക്കുന്ന ഒരാളെ വേണമെന്നാ പറഞ്ഞു. എന്താ പോണ്ടോ? വെറുതെ മതിയോ? ഞാൻ എവിടെ നിൽക്കണ്ട്? അവിടെ ഒരു ചില്ലിന്റെ കൂടുണ്ട് അവിടെ. അതൊരു 10-64 വിശപ്പാമ്പായിട്ടുണ്ട്. എക്സിബിഷൻ തുറന്ന ടൈമില് ഈ ഒന്നും ചെയ്യണ്ട, ഈ ട്രൗസർ മാത്രം ഇട്ടിട്ടേ ആ വിശപ്പാമ്പോളില്ലേ അതിന്റെ നടുക്കിക്ക് ഇറങ്ങിന്നാ മതി. വെറുതെ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇറങ്ങിന്നാ മതി. അല്ല അത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു കൗതുകമാവും. അത് 64 വിഷപ്പാമ്പോ? അപ്പൊ ഞാൻ രാജവമ്പാല പൊത്തിയിട്ട് മലമ്പാമ്പ് വിഴിഞ്ഞാലോ? വിരിങ്ങട്ടെ. ഈ 90 വയസ്സായിട്ടുള്ള അപ്പനൊക്കെ പണിക്കൂട്ടി ജീവിക്കണം അന്നെ. പെരുമാവ് വിഴുങ്ങണെങ്കിലും വിഴുങ്ങട്ടാ. അങ്ങനെയെങ്കിലും സുരേഷ് ഈ തിരുത്തണില്ലോ അന്ന് അനങ്ങട്ടം കിട്ടും.